സിംഹം മാനിനെ കണ്ടാല്, ഒരു കൂട്ടം മാനുകളെ കണ്ടാല് സിംഹം എന്ത് ചെയ്യും? 5 മുതൽ 7 മിനിറ്റ് വരെ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റിനുള്ളിൽ ക്ലോസിംഗ് കഴിയും. പക്ഷെ പ്ലാനിങ് എത്ര എടുത്തു? 5 to 7 minutes. Greenlives Coaching and Training Solution. സെയിൽസിൽ ആദ്യം ഒരു സസ്പെക്ടിങ് ഉണ്ട്. എന്താണ് സസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ? സസ്പെക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അനിമൽ പ്ലാനറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഡിസ്കവറി ചാനൽ കാണാറുണ്ടാവുമല്ലോ. ഡിസ്കവറി ചാനലിൽ സിംഹം വേട്ടയാടുന്നതിന് മുമ്പ് ഒരു കൂട്ടം മാനിനെ കാണുമ്പോൾ ഓടിപ്പോയിട്ട് ആ മാൻകൂട്ടത്തേക്കും ചാടി പോകൂല. പിന്നെ എന്താ ചെയ്യുക? സിംഹം മാനിനെ കണ്ടാല്, ഒരു കൂട്ടം മാനുകളെ കണ്ടാല് സിംഹം എന്ത് ചെയ്യും? എന്ത് ചെയ്യുക? ഒരാളെ സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ആദ്യം എന്താ ചെയ്യുക? ഒന്നിങ്ങനെ പതുങ്ങും. എവിടെ പതുങ്ങിക്കുക? വല്ല കുറ്റിക്കാട്ടിലൊക്കെ ഇങ്ങനെ പതുങ്ങി നിൽക്കും. വല്ല കുറ്റിക്കാട്ടിൽ പതുങ്ങി നിൽക്കും. ഈ പതുങ്ങുന്നതിനാണ് എന്ത് പറയണത്? ഈ സിംഹം പതുങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയണത്? ഇതേപോലെ നമ്മളും എന്ത് ചെയ്യണം? നമുക്കത് ചെയ്യാൻ പറ്റും. ഈ പതുങ്ങുന്നതിനാണ് എന്ത് പറയാ? സസ്പെക്ടിങ്. എത്ര സമയം കുറ്റിക്കാട്ടിൽ സിംഹം പതുങ്ങിക്കും? ലിറ്റിൽ ടൈം ആണ്. എത്ര സമയം? എന്നാലും ഏകദേശം എത്ര സമയം എടുക്കും? സെക്കൻഡ്സ് ഒന്നും അല്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 5 to 7 മിനിറ്റ് ആണ്. 5 to 7 minutes. 5 to 7 minutes ഈ ഒബ്സർവ്. 5 മുതൽ 7 മിനിറ്റ് വരെ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇനി ഒബ്സർവേഷൻ കഴിഞ്ഞാൽ അത് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ക്ലോസ് ചെയ്യുമെന്ന് അറിയോ? ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ക്ലോസ് ചെയ്യും? എത്ര? 20 seconds അല്ല, കുറച്ചും കൂടി. ലെസ് ദാൻ 1 minute. 1 മിനിറ്റിനുള്ളിൽ ക്ലോസിങ് കഴിയും. പക്ഷെ പ്ലാനിങ് എത്ര എടുത്തു? 5 to 7 minutes. നമ്മൾ പലപ്പോഴും നമ്മളെ സെയിൽസ് മെമ്പർ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് എന്ത് ചെയ്യുക? പ്രസന്റേഷൻ നടത്താൻ പോവുക. ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു സസ്പെക്ടിങ്ങും ഇല്ല. സസ്പെക്ടിങ് ചെയ്യണം. എങ്ങനെയൊക്കെ സസ്പെക്ടിങ് ചെയ്യാം? ഇപ്പൊ എനിക്ക് സജിയേട്ടന്റെ പവിത്ര കോക്കനട്ട് ഓയിൽ എനിക്കൊരു ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സസ്പെക്ടിങ് ചെയ്യാൻ പറ്റും. എങ്ങനെ സസ്പെക്ടിങ് ചെയ്യാൻ പറ്റും? പുള്ളി സജിയേട്ടന്റെ വിസിറ്റിംഗ് കാർഡിൽ എനിക്ക് സസ്പെക്ടിങ് ചെയ്യാൻ പറ്റും. അവിടെ വെബ്സൈറ്റിൽ പോയാൽ സസ്പെക്ടിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൽബിഡോ അവർക്കിപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്കിൽ എനിക്ക് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അൽബിഡോന്റെ അവിടെ ട്രെയിനിങ് കൊടുക്കും. എനിക്ക് ഓരോ സസ്പെക്ട് ചെയ്യാൻ പറ്റും. ഓരോ വെബ്സൈറ്റിൽ പോയാൽ എനിക്ക് അറിയാൻ പറ്റും. ഓരോ സോഷ്യൽ മീഡിയയിൽ പോയാൽ അറിയാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്ത ആളോട് ചോദിക്കാം. റെക്കമെൻഡ് ചെയ്ത ആളോട് എങ്ങനെയാണ് കമ്പനി, എന്താണ് അവസ്ഥ, എങ്ങനെയാണ്? ഇപ്പോൾ സെക്യൂരിക്കാൻ എനിക്ക് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം? എനിക്കൊരാൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവും. റെഫറൻസ് ആണ്. അപ്പോൾ റെഫറൻസ് എന്നോട് ചോദിക്കാം. സെക്യൂർക്ക് എങ്ങനത്തെ ആളാണ്, മൂപ്പരുടെ ടേസ്റ്റ് എന്താണ്, പ്രിഫറൻസ് എന്താണ്, മൂപ്പരുടെ വീക്ക്നെസ് എന്താണ്, മൂപ്പരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ്. അപ്പോൾ മൂപ്പര് കുറച്ച് താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ ഉള്ള ആളുകൊണ്ട് ഞാൻ സെക്യൂരിറ്റിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ജമാഅത്ത് പോയ കഥയൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ ഒരേ റാപ്പ് ബിൽഡ് ചെയ്തു. ഞാൻ സുലൈമാൻ മേൽപ്പത്തൂരിനെ കുറിച്ചും പിന്നെ എന്താ പറയുക നമ്മളെ മക്കൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞങ്ങളെന്തായി? നമ്മൾ ഒന്നായി റാപ്പോ ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ആദ്യം റാപ്പോ ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? ഇനി മൂപ്പരാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ നിഷാദക്ക് ഏതാണ് ഗ്രൂപ്പ് എന്നുള്ളത്. മുജാഹിദ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ മുജാഹിദ് സ്റ്റേറ്റ് ലീഡേഴ്സിന് ക്ലാസ് എടുത്ത കഥ പറയും, അല്ലേ? നമ്മളെ വാഫി ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഞാൻ അപ്പൊ SKSF ആയിട്ട് മാറും. മനസ്സിലായോ? ഹലോ, ദാറ്റ് ഈസ് സസ്പെക്ടിങ്. നമുക്ക് ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടത്. യെസ് ഓർ നോ? യെസ്. സസ്പെക്ടിങ് ചെയ്യാൻ പറ്റണം. സസ്പെക്ടിങ് ചെയ്യാൻ എങ്ങനെയാണ്? നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് സസ്പെക്ടിങ് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് സസ്പെക്ടിങ് ചെയ്യാം, ഫേസ്ബുക്കിൽ നിന്ന് സസ്പെക്ടിങ് ചെയ്യാം, അല്ലേ? എത്രയോ മാർഗങ്ങളുണ്ട്. യൂട്യൂബിൽ നിന്ന് സസ്പെക്ടിങ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് റെഫറൻസ് തന്ന ആളോട് സസ്പെക്ടിങ് ചെയ്യാം. പല രീതിയിലും സസ്പെക്ട് ചെയ്യാം. ഒത്തിരി മാർഗങ്ങളുണ്ട്. ബ്രോഷറിന് സസ്പെക്ടിങ് ചെയ്യാം. സസ്പെക്ടിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സസ്പെക്ടിങ് മീൻസ് മെന്റൽ കാൽക്കുലേഷൻ, ആർട്ട് ഓഫ് മെന്റൽ കാൽക്കുലേഷൻ. ഇനി അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ഷോപ്പൊക്കെ ഒരാൾ വരികയാണ്, എന്നാലും സസ്പെക്ടിങ് ചെയ്യാൻ പറ്റും. ഒരാൾ ബെൻസ് കാറിലാണ് വരുന്നത്, സസ്പെക്ടിങ് ചെയ്യാം. ഇപ്പൊ ഡോക്ടറൊക്കെ കണ്ടാൽ
ഡോക്ടർ ഫസ്റ്റ് നമ്മളെ വന്നപ്പോൾ തന്നെ നമ്മൾ സസ്പെക്ട് ചെയ്തു മൂപ്പര് ബെൻസ് കാറിലാണ് വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അത്യാവശ്യം ഫൈനാൻഷ്യലി ഉണ്ട്, വെൽത്ത് ഉണ്ട്. അപ്പോൾ മൂപ്പരെ ക്ലോസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ നമ്മൾ 6 ലക്ഷം രൂപ ക്ലോസ് ചെയ്യും. ബിക്കോസ് സത്യത്തിൻ്റെ അടുത്ത് പണമുണ്ട്. സസ്പെക്ടിങ്. ഹലോ, ചിലപ്പോൾ വേറെ കാറ് വാടക ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇത് സസ്പെക്ടിങ് എന്താവില്ല, നിൽക്കൂല. സസ്പെക്ടിങ് സെയിൽസ് ക്ലോസ് ചെയ്യുന്ന ത്രൂ ഔട്ട് ദ പ്രോസസ്സിലുണ്ടാവും. അപ്പോൾ സസ്പെക്ടിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ആർട്ട് ഓഫ് മെന്റൽ കാൽക്കുലേഷൻ. Greenlives Coaching and Training Solution.